ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ട്രിവാൻഡ്രത്തുള്ള വീടാണ്. അപ്പോൾ ഇത് റെൻ്റൽ ഹൗസാണ്. ശ്രീകാര്യത്താണ് ഞങ്ങൾ വീടെടുത്തിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ പേരെന്താണെന്ന് കാണണ്ടേ? ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ പേര്. അനുഗ്രഹം എന്നാണ് വീടിൻ്റെ പേര്. അപ്പോൾ ഈ വീടാണ് ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗ്. അപ്പോൾ വീടിൻ്റെ ഉൾവശമൊക്കെ എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം. ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ വേറെ ആൾക്കാരുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇവിടെ ആരും താമസിക്കുന്നില്ല. ഞങ്ങൾ വന്നുകൊണ്ടാണോ എന്തോ, ഞങ്ങൾ വന്നതിൻ്റെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ആൾക്കാർ താമസം മതിയാക്കിയിട്ട് ഓടിപ്പോകുന്നുണ്ട്. ഞങ്ങൾ വന്നതിൻ്റെ ഇമ്പാക്റ്റ് ആണോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാർ പാർക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ നമ്മുടെ പാർക്കിംഗ് സെക്ഷനൊക്കെ വേറൊരു സൈഡിലാണ്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഓക്കെ, വാ. ഇതാണ് നമ്മുടെ പാർക്കിംഗ് സെക്ഷൻ വരുന്നത്. ഇതാണ് നമ്മുടെ ഗേറ്റ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ വെഹിക്കിൾ എന്താണെന്ന് വെച്ചാൽ അത് സെക്യൂർ ചെയ്തിട്ട് വയ്ക്കാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് വരുന്നത്. ഇവിടെ നമ്മൾ നമ്മുടെ ഷൂസൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് പൊടിയും ഒന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ട്. എല്ലാം കവറിലാക്കി തന്നെ വയ്ക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ സിറ്റി ഏരിയ അങ്ങനത്തെ ആയതുകൊണ്ടാണെന്നറിയില്ല, നിറയെ ഡസ്റ്റൊക്കെ ആവാറുണ്ട്. അതുകൊണ്ട് എല്ലാം കവറിലാക്കിയിട്ട് പാക്ക് ചെയ്ത് വെക്കാറാണ് പതിവ്. പിന്നെ ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ ഒരു വാഷ് ബേസിനാണുള്ളത്. അപ്പോൾ കോവിഡ് ടൈം മുതൽ തന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് കയറി വന്നു കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കൈ കഴുകിയിട്ട് മാത്രം എന്തെങ്കിലും സാധനത്തിൽ പിടിക്കുക, അങ്ങനെയൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ കോവിഡ് ടൈം മുതൽ വന്നൊരു ശീലമാണത്. അപ്പോൾ ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ ഉള്ളൊരു വാഷ് ബേസിനാണ്. സോ വന്ന് കയറുമ്പോൾ ഉടനെ തന്നെ കൈ കഴുകിയിട്ട് അകത്തോട്ട് കയറുക എന്നുള്ളത് അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഇപ്പം ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഈ പിക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ ഉള്ളതായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. ഇതൊക്കെ നമ്മൾ വന്നപ്പോൾ തന്നെ ഇവിടെ ഉള്ളതാണ്. പിന്നെ ഇവിടെ എല്ലാം നെറ്റാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ കൊതുകിൻ്റെയോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവാറില്ല. പിന്നെ ഈ മുകളിൽ കാണുന്ന ആ ഒരു 3 ലൈറ്റ്സിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ വെട്ടം വരാറുണ്ട്. ഇതിപ്പം ഭയങ്കര മഴയും അങ്ങനത്തെ ഒരു ക്ലൈമറ്റിലാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു റൂമിനുള്ളിലുമൊക്കെ കുറേ ഡാർക്കായിട്ടും ഒക്കെ തോന്നിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോയാലോ? ഇതാണ് ഞാൻ നമ്മുടെ ബായി ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കണ്ണ്. ഇനി ഇതാണ് ഞങ്ങളുടെ ഹോള് മാത്രമല്ല, ഞങ്ങളുടെ ഡൈനിങ് ഏരിയയും ഇത് തന്നെയാണ്. ഇതിപ്പോൾ ഒരു വീടിൻ്റെ മുകൾ സൈഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെപ്പറേറ്റ് ഹാൾ സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാളും ഡൈനിങ് സെക്ഷനും എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇത് എല്ലാം കൂടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ തന്നെയാണ്. അപ്പം നമുക്ക് സെപ്പറേറ്റ് സെറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടില്ല. ഇത് തന്നെയാണ് എല്ലാം. പിന്നെ അത് മാത്രമല്ല, നമുക്കിത് ഫുള്ളി ഫേർണിഷ്ഡ് ആയിട്ടല്ല കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇവിടെയുള്ള ഫേർണിച്ചേഴ്സ് എല്ലാം ഞങ്ങൾ തന്നെ പർച്ചേസ് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതൊക്കെയാണ്. നമ്മൾ വേറെ അടുത്തുനിന്ന് മാറി താമസിക്കുമ്പോൾ എല്ലാം വാങ്ങിക്കാൻ അങ്ങനെ ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടും നമ്മൾ വേറെ സാധനങ്ങളൊന്നും അങ്ങനെ സെറ്റ് ചെയ്തിട്ടും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹാളും ഡൈനിങ് ഏരിയയും എല്ലാം ഇത് തന്നെയാണ്. ഇനി ഞങ്ങളുടെ ബെഡ്റൂം. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. അപ്പോൾ ഇവിടെയും അങ്ങനെ ഭയങ്കര വലിയ സംഭവങ്ങളായിട്ടൊന്നുമില്ല. ഈ ഒരു ബെഡ് ഇതെല്ലാം
ഇവിടെ ഫേർണിച്ചേഴ്സ് എല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ഫേർണിച്ചർ ആണെങ്കിലും ബെഡാണെങ്കിലും ഇതെല്ലാം വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. പിന്നെ ഈ ഒരു അലമാരയില്ലേ, ഇത് ഒരു വാളിനോട് തന്നെ ചേർന്നിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് ഇത് നമുക്ക് സെപ്പറേറ്റ് ഒരു അലമാര വാങ്ങിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അത് നമുക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ നമുക്കിവിടെ കുഞ്ഞു കുഞ്ഞ് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കും. പിന്നെ ഈ കർട്ടൻ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ മത്തന്നെ കുറേ വഴക്ക് പറഞ്ഞു, എന്തിനാ ഈ 2 കളർ വാങ്ങിച്ച് എല്ലാം ഒറ്റ കളർ വാങ്ങിച്ചാൽ പോരെ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എന്തോ അപ്പോൾ ഒരു ഐഡിയ തോന്നിയിട്ട് ഇങ്ങനെ വാങ്ങിച്ചതാണ്, ഈ ഒരു ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സിൽ. അപ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ് ഇങ്ങനെ. പക്ഷെ ഇങ്ങനെ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ഉള്ള ലൈറ്റും കൂടെ പോകും. അതുകൊണ്ടാണ് ഞാനത് ഒരുമിച്ച് ഇടാത്തത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇവിടെ. പിന്നെ ഞങ്ങൾ ഫർണിച്ചർ വാങ്ങിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഇവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. കാരണം നമ്മളിവിടെ റെൻ്റൽ ഹൗസാണ്. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഇവിടുന്ന് മാറിപ്പോവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഒരു ബൈൻഡ് കവറൊക്കെ ഇല്ലേ, അതെല്ലാം ഇതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കാം. പിന്നെ വാങ്ങിയപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു സാധനം ഇത്. എനിക്ക് എന്താണെന്നറിയില്ല, ഈ ഒരു സാധനം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അന്ന് ഇതിൻ്റെ യൂസേജ് ഒന്നും അറിയത്തില്ല, പക്ഷേ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ വാഷ്റൂം. ഇതാണ് ഞങ്ങളുടെ വാഷ്റൂം. ഇവിടെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് 2 പേർക്ക് നല്ല ഹെയർ ഫോൾ ഉള്ള ആൾക്കാരാണ്. സോ ഇവിടെ വീഴുന്ന ഹെയർ മൊത്തം നമ്മൾ എടുത്ത് വയ്ക്കുന്നത് ആ ഒരു പ്ലാസ്റ്റിക് കവറിനകത്തിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കവർ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ബെഡ്റൂം, ഞങ്ങളുടെ ബെഡ്റൂം. ദെൻ ഇത് 2 BHK ആണ്. സോ നെക്സ്റ്റ് ബെഡ്റൂം ഇതാണ്. ഇത് ശരിക്കും മത്തുവിൻ്റെ വർക്ക് സ്പേസ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഫേർണിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മടക്കി വയ്ക്കാൻ പറ്റുന്നൊരു ഫേർണിച്ചറാണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇരിക്കും. ഇതിൻ്റെ കാലൊക്കെ അകത്തേക്ക് ഉള്ളിലേക്ക് മടക്കി വയ്ക്കാൻ പറ്റും. സോ നമ്മൾ എവിടേക്കെങ്കിലും മൂവ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് നമുക്ക് കൊണ്ടുപോകാനൊക്കെ ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ ഒരു രീതി നോക്കി വാങ്ങിച്ചതാണിത്. ഇനി ഒരു എക്സ്ട്രാ ബെഡ്, ഇതൊരു സിംഗിൾ കോട്ട് ബെഡാണ്. അതുപോലെ ഒരു ബെഡും കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു കട്ടിലും ഉണ്ട്, അതുപോലെ ഒരു ബെഡും ഒരു ഡബിൾ കോട്ട് ബെഡും കൂടെ വെച്ചിട്ടുണ്ട്. അഥവാ ആരെങ്കിലും വീട്ടിൽ നിന്ന് വരികയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ഇവിടെയും കേർട്ടൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു രീതിയിൽ, ഒരു ഡബിൾ കളർ എന്നുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് പെർ പീസ് ഒരു 149 എന്നുള്ള രീതിയിൽ വാങ്ങിയതായിരുന്നു. പെർ പീസ് 149 റുപ്പീസ് ആയിരുന്നു. ഇവിടെ ബൈൻ കവർ എല്ലാം ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. എവിടെയെങ്കിലും നമ്മൾ മൂവ് ചെയ്ത് പോവുകയാണെങ്കിൽ കൊണ്ടുപോകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം. നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് പോകാം. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. ഭയങ്കര വലിയ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഒരുപാട് പാത്രങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും വരുന്നതൊന്നും അത്ര ഇഷ്ടമല്ല. പിന്നെ ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് തന്നെ വളരെ കുറവ് മിനിമലായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ. വലുതായിട്ട് അത്ര വലിയ സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ ഇവിടെ ഒരു കവർ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ, വേസ്റ്റുകൾ വരുന്നത് എല്ലാം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കവർ വെച്ചിരിക്കുന്നത്. ഇത് പേപ്പർ സാധനങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയിട്ട്, ഇത് ഫുഡ് വേസ്റ്റിന് വേണ്ടിയിട്ട്. അങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ ഒന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെയൊക്കെ ഈ ഒരു സംഭവം കണ്ടോ, വിൻഡോയിലായാലും കതകിലായാലും എല്ലാം ഇതുപോലത്തെ നെറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൊതുകിൻ്റെയോ അങ്ങനത്തെ യാതൊരുവിധ ശല്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടാകാറില്ല. പിന്നെ നമ്മുടെ
എയർ ഹോളിലായാലും എല്ലാം ഈ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് നമുക്ക് കൊതുകിൻ്റെ ശല്യങ്ങൾ അങ്ങനത്തെ യാതൊരുവിധ ശല്യങ്ങളും ഉണ്ടാവാറില്ല. സോ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് രാത്രിയിൽ ജനൽ തുറന്നിട്ടാൽ പോലും ഒരു ശല്യങ്ങളും അങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല. ഇനി നമ്മുടെ ഒരു കുഞ്ഞ് പ്ലേസാണിത്. ഇത് ഞങ്ങളുടെ കിച്ചണിനോട് ചേർന്നാനുള്ള സ്പേസാണ്. ഇവിടെയാണ് നമ്മൾ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുള്ളത്. അതുപോലെ ഞങ്ങളുടെ കുഞ്ഞ് കൃഷി, പിന്നെ തുണി ഉണക്കാനിടുക, അങ്ങനത്തെ ഇവിടെ ഒരുപാട് തുണിയൊന്നും അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. പിന്നെ മഴയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ തന്നെ ആയിരിക്കും കുറേയൊക്കെ ഇട്ട് വയ്ക്കുന്നുണ്ടാവുക. പിന്നെ കൊച്ചു കൊച്ചു കൃഷികളും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെയാണ്. കുഞ്ഞ് കൃഷികളൊക്കെ ഉണ്ട് ഞങ്ങൾക്കിവിടെ. അപ്പോൾ ഇത്രയാണ് ഇവിടെയുള്ളത്. ഇനി ഒരു കാര്യം കൂടെ മറന്നു പോയിട്ടുണ്ടായിരുന്നു, അതും കൂടി കാണിച്ചു തരാം. ഞങ്ങളുടെ ബെഡ്റൂമിലായാലും അതുപോലെ തന്നെ 2 റൂമുകളിലും വെച്ചിട്ടുള്ളതാണ് എക്സോസ്റ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതാണ് സംഭവം. നമ്മൾ AC വെച്ചിട്ടില്ല. അപ്പോൾ അറിയാമായിരിക്കുമല്ലോ ഒരു നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ഒരു ക്ലൈമറ്റ്, ചൂടാണെങ്കിൽ ഭയങ്കര ചൂട്, തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പ്, മഴയാണെങ്കിൽ ഭയങ്കര മഴ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ചൂട് ക്ലൈമറ്റിലൊക്കെ AC വെക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ വന്നു കഴിഞ്ഞ ഉടനെ എക്സോസ്റ്റർ ഓണാക്കിയിടും, എന്നിട്ട് റൂം ക്ലോസ് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. സോ ആ ഒരു കിടക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് റൂം നല്ല കൂളായിട്ടിരിക്കും. അപ്പോൾ കിടക്കാനൊക്കെ ആയാലും നല്ല സുഖം, ഭയങ്കര ചൂട് അങ്ങനത്തെ ഒരു ഫീലൊന്നും ഉണ്ടാവാറില്ല. സോ ഈ ഒരു സംഭവം നമുക്ക് ഭയങ്കര ബെനിഫിറ്റാണ്. AC ഒരു ആവശ്യം ഞങ്ങൾക്ക് വരാറില്ല. ഞങ്ങൾക്ക് ഭയങ്കര തണുപ്പ് വേണം, അങ്ങ് തണുത്ത് ചില്ലായിട്ടിരിക്കണം, അങ്ങനത്തെ ഒരു ഇത് വേണം എന്നുള്ള ഒരാൾക്കാരല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു തണുപ്പ് ഭയങ്കര അടിപൊളിയാണ്. ഇനി അടുത്തത് ഞങ്ങളുടെ ബാൽക്കണിയാണ്. ഇത് ഞങ്ങളുടെ ടീ സ്പേസും കൂടിയാണ് കേട്ടോ. ഞങ്ങൾ ചായ കുടിക്കാൻ വരുന്ന സ്ഥലം കൂടിയാണിത്. ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ, എന്ന് വെച്ചാൽ സാറ്റർഡേ സൺഡേ മാത്രമേ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സമയം കിട്ടാറുള്ളൂ. അന്നേരം ഞങ്ങൾ ചായ കുടിക്കാൻ വരുന്ന സ്ഥലം കൂടിയാണിത്. പിന്നെ മഴയില്ലാത്തപ്പോഴൊക്കെ തുണി ഉണക്കാൻ വരുന്ന സ്ഥലം, അത് ഇതല്ല കേട്ടോ. മുകളിൽ ഇനി സ്പേസ് ഉണ്ട്. ഇത് ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു റിലാക്സിങ് സ്പേസൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈവനിങ് ടൈമിലൊക്കെ സ്നാക്സ് കഴിക്കുക, ചായ കുടിക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ വരുന്നൊരു സ്ഥലമാണിത്. ഇത് നമ്മൾ തുണി ഉണക്കാനും അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ കുഞ്ഞൻ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ സീ യു. ഇനി വീടിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീടിൻ്റെ റെൻറ്റ് വരുന്നത് 8,000 റുപ്പീസാണ്. പിന്നെ ഞങ്ങൾക്ക് വീട് തന്ന സമയത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കണ്ടീഷൻ, വീട് എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റായിട്ടിരിക്കണം എന്നുള്ളതാണ്. മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ വീട് ക്ലീൻ നീറ്റായിട്ടൊക്കെ വയ്ക്കാൻ ഞങ്ങളും മാക്സിമം നോക്കുന്നുണ്ട്. പിന്നെ അഡ്വാൻസ് വന്നിട്ടുണ്ടായിരുന്ന 16,000 സംതിങ് എന്തോ ആയിരുന്നു. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ വീടിൻ്റെ വിശേഷം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ സീ യു.